ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജുവിന് വല്ലാത്ത വിഷമായി കാണും ഏട്ടാ. അവൻ നമ്മുടെ മരുമകൻ എന്നതിനേക്കാൾ ഉപരി അവൻ ഏട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനല്ലേ. ഏട്ടനെന്ന് വെച്ചാൽ അവന് ജീവനാ. ഏട്ടനുണ്ട് അവൻ മരിക്കും. അവന്റെ ആ മുഖം അവനത് വല്ലാതെ സങ്കടമായിട്ടുണ്ട്. ശരാ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞ അവൻ തകർന്നു പോവും. അത്രയും ഇല്ലല്ലോ ഈ ചെറിയ സങ്കടം. അവനെ ഇങ്ങനെ അകറ്റി നിർത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിൽ എന്റെ മനപ്രയാസം ചെറുതൊന്നുമല്ല. ഒരു വിങ്ങല് പോലെയാ അവനോട് എന്തെങ്കിലും പറയുമ്പോ എന്റെ ഉള്ളിൽ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ ഓർത്ത് ആർക്കെങ്കിലും വിഷമം വരികയാണെങ്കിൽ അതെന്റെ മരണശേഷം മതി. എനിക്ക് ആരുടെയും സിമ്പതി വേണ്ട. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കുന്നത് കാണാനും വയ്യ. ഒരു യാത്ര അവസാനിക്കുന്നെന്ന് മാത്രം കരുതിയാൽ മതി. ചേട്ടാ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും കണ്ടുമുട്ടുന്നതും ഒന്നും വർമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇതുവരെ ഒന്നും പിടികിട്ടിട്ടില്ല. ഓ, കുറച്ചു നാളത്തേക്ക് കൂടി അങ്ങനെ തന്നെ പോട്ടെ. ഒരു പിടിയും കൊടുക്കരുത്. പ്രതാപനെ എന്നെ തെറ്റിദ്ധരിക്കില്ല. അവൻ എന്നെ പൂർണ്ണ വിശ്വാസാ. അതാണല്ലോ അംബികയുടെ വിജയം. അംബിക സ്വന്തം അമ്മയ്ക്ക് പകരമാണെന്ന് അയാൾ വിശ്വസിച്ചിരിക്കുന്നത്. ഇന്ന് അയാളെ കണ്ടപ്പോ അയാൾ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയോ അംബികയ്ക്ക്? അയാളുടെ മന്ത്രിസ്ഥാനം എനിക്ക് തരാമെന്ന്. ഞാനിത് പറഞ്ഞപ്പോ അംബികയുടെ മുഖമെന്താ വാടിയത്? ഒരു ടെൻഷൻ പോലെ. ഒന്നുമില്ല. അതല്ല, മുഖം കറുത്തു. അത് ഞാൻ ശ്രദ്ധിച്ചു. അംബിക പേടിക്കണ്ട. അയാള് മന്ത്രിസ്ഥാനം എനിക്ക് തരാൻ സന്നദ്ധനായാൽ ആ കസേരയില് ഞാൻ അംബികയുടെ മകൻ ദീപകിനെ ഇരുത്തും. എനിക്ക് തൽക്കാലം ഈ മന്ത്രി പദവിയൊന്നും വേണ്ട. അത് എന്നോട് അടുത്ത് നിൽക്കുന്ന എന്റെ കൂട്ടുകാർക്ക് ഞാൻ കൊടുക്കും. സന്തോഷം അനന്തപിള്ളേ. അനന്തപിള്ളയുടെ ഈ വലിയ മനസ്സിനെ നന്ദി. ആ പിന്നെ ഞാൻ വന്ന കാര്യം മറന്നു. നമുക്കേ ജയിലിൽ പോയി അയാളെ ഒന്ന് കാണണ്ടേ? ഓ, ആ സിഎ അല്ലേ? ഒരു നിമിഷം ഞാനും അതങ്ങ് മറന്നുപോയി. അയാളെ കാണേണ്ടത് അത്യാവശ്യമാണ്. അയാളുടെ മനസ്സൊന്നും മാറിയാൽ അംബിക സെൻട്രൽ ജയിലില്ല.